Okay, now we are going to study about the difference and similarities between bioinformatics and computational biology. അപ്പോൾ ബയോഇൻഫർമാറ്റിക്സ് ഇൻവോൾവ്സ് ദി ഡേറ്റ കളക്ഷൻ, ഇറ്റ്സ് സ്റ്റോറേജ്, ഇറ്റ്സ് ഓർഗനൈസേഷൻ, ഇറ്റ് അനാലിസിസ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്ലാന്റ് കിട്ടി. ഓക്കെ, നമുക്കൊരു പ്ലാന്റ് കിട്ടി. നമുക്ക് അറിഞ്ഞൂടെ ഇത് ഏത് പ്ലാന്റ് ആണെന്ന്. നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ സീക്വൻസ് എടുത്തു. എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് ആണെങ്കിൽ നമുക്കറിയാം, സാങ്കേഴ്സ് മെത്തേഡോ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങോ ഒക്കെ വെച്ച് നമ്മളിതിൻ്റെ സീക്വൻസിങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രോട്ടീനാണ് നമുക്ക് വേണ്ടി, നമുക്ക് ക്രോമാറ്റോഗ്രാഫി ചെയ്യാം. അങ്ങനെ നമ്മളിതിൻ്റെ സീക്വൻസ് എടുത്തു. ഇതിൻ്റെ സീക്വൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും സീക്വൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഡേറ്റാബേസിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോഇൻഫർമാറ്റിക് ടൂൾസാണ്. നമ്മൾ ഇതിൻ്റെ സീക്വൻസിങ് എടുത്തു കഴിഞ്ഞ് ഇതിനെ സ്റ്റോർ ചെയ്യാനും, ഇതിനെ ഓർഗനൈസ് ചെയ്യാനും, ഇതിനെ അനലൈസ് ചെയ്യാനും, ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബയോഇൻഫർമാറ്റിക്സ് ടൂൾസാണ്. അപ്പോൾ നമ്മൾ ബയോഇൻഫർമാറ്റിക് ടൂൾസ് വെച്ചിട്ട് ഇതിൻ്റെ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ഫംഗ്ഷൻ ഇതിൻ്റെ പ്രോട്ടീൻ ചെയ്യാമെന്ന് പഠിച്ചു, ഇത് ഏതുമായിട്ടൊക്കെ സിമിലർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു ഇതൊരു ഇക്സോറയുമായിട്ട് ബന്ധമുള്ളൊരു ഏതോ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇക്സോറയുമായിട്ട് ഇത് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇക്സോറയ്ക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായ ഒരു വെറൈറ്റി ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇത്രയും ബയോഇൻഫർമാറ്റിക്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്നത്. ഇതേ പ്ലാന്റിൽ നമ്മളൊരു ഡ്രഗ് കൊടുത്താൽ അതെങ്ങനെ വർക്കാവും, അല്ലെങ്കിൽ ഇതിനകത്തൊരു പ്രത്യേകതരം ന്യൂട്രീഷൻ കൊടുത്താൽ അതെങ്ങനെ വർക്കാവും എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ച്? കമ്പ്യൂട്ടേഷണൽ ബയോളജി ഉപയോഗിച്ച്. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ലിവിങ് വേൾഡിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്ലാന്റ്, അതായത് ഒരു ഇക്സോറ പ്ലാന്റ് ഉണ്ടെന്ന് വെച്ചോ, റിയൽ വേൾഡിലൊരു തെറ്റിയുണ്ട്. നമ്മൾ അതേ തെറ്റിയുടെ ഒരു ഡിജിറ്റൽ വെർഷനെ, ഇതിൻ്റെ അതേ സീക്വൻസ് ഉള്ള അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ വെർഷനെ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യും, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ വെർഷൻ എന്തൊക്കെ സംഭവിക്കാം, എന്തെങ്കിലും ഒരു ഡ്രഗ് കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂട്രീഷൻ കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് കൊടുത്താൽ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് നേരിട്ട് ഈ പ്ലാന്റിന് കൊടുക്കണ്ട, നമുക്ക് ആ ഡിജിറ്റൽ ട്വിന്നിന്, ഈ മോഡലിന് ഇതൊക്കെ കൊടുത്തു നോക്കാം. കമ്പ്യൂട്ടർ വഴി നമുക്ക് പ്രോഗ്രാമിംഗ് വഴി കൊടുത്തു നോക്കാം. അപ്പം നമുക്കറിയാൻ പറ്റും ആ ഡിജിറ്റലിന് എന്തൊക്കെ മാറ്റം സംഭവിക്കും, അതൊക്കെ ആയിരിക്കും റിയൽ വേൾഡിലും ഈ റിയൽ പ്ലാന്റിന് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ റിയലായിട്ടൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെ യൂസ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ, നമുക്ക് വാക്സിൻ ഡിസ്കവറി അല്ലെങ്കിൽ ഡ്രഗ് ഡിസൈനിങ് സമയത്ത് നമുക്കറിയാം ഒരുപാട് വർഷം എടുത്തിട്ട് ഒരു വാക്സിൻ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ഒരുപാട് പേരിൽ ആദ്യം ആനിമൽസിൽ ചെക്ക് ചെയ്യുന്നു, പിന്നെ മനുഷ്യരെ ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറേ കാലം എടുക്കും. അങ്ങനെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് ആനിമൽ അബ്യൂസ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ കമ്പ്യൂട്ടേഷണൽ ബയോളജി. നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് എന്ന് വെച്ചാൽ ഒരു ഡേറ്റയുടെ കളക്ഷനാണ്. നമ്മൾ ബയോളജിക്കൽ ഡേറ്റാബേസാണ് ബയോഇൻഫർമാറ്റിക്സ് പഠിക്കാനുള്ളത്. ഒരു ബയോളജിക്കൽ ഡേറ്റ എവിടെയെങ്കിലും ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ ഡേറ്റ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡേറ്റാബേസ് എന്ന് പറയുന്ന സാധനം. അതായത് നമ്മൾ കുറേ ബുക്സൊക്കെ എടുത്തിട്ട് ഒരു ലൈബ്രറിയിൽ കളക്ട് ചെയ്ത് വെക്കൂലേ, അതേപോലെ കുറേ സീക്വൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറോ അങ്ങനത്തെ പല കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളൊരു ഡേറ്റാബേസിൽ കളക്ട് ചെയ്ത് വെക്കും. ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഡേറ്റാബേസ്. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റാബേസ് ആണ്. ഇതിൽ നമ്മൾ പ്രൈമറി ഡേറ്റ ആയിരിക്കും കൊടുക്കുന്നത്. പ്രൈമറി ഡേറ്റ എന്ന് വെച്ചാൽ എന്താ? ആദ്യമായിട്ട് കിട്ടുന്ന ഡേറ്റ. അതായത് നമുക്ക് എക്സ്പെരിമെൻറ്റ് വഴി കിട്ടുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഇപ്പോൾ സീക്വൻസിങ്, സാങ്കേഴ്സ് സീക്വൻസിങ്ങോ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങോ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആവാം നമുക്ക് കിട്ടുന്ന പ്രൈമറി ഡേറ്റ. അതല്ലെങ്കിൽ നമുക്ക് ക്രോമാറ്റോഗ്രാഫി കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോട്ടീൻസിൻ്റെ സീക്വൻസ് ആവാം. അതായത് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന, ലാബിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന റിസൾട്ട്സ് ആണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റയാണ് പ്രൈമറി ഡേറ്റാബേസിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നുകിൽ ന്യൂക്ലിയോടൈഡ്സ് ആവാം, അല്ലെങ്കിൽ അമിനോ ആസിഡ് സീക്വൻസ് ആവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റാബേസ് ആണ്. ഈ സെക്കൻഡറി ഡേറ്റാബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ ആയിരിക്കും. അതായത് ഈ ലാബിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഡേറ്റയെ കുറച്ച് മോഡിഫൈ ചെയ്ത ഡേറ്റ ആയിരിക്കും. നമുക്ക് കിട്ടിയത് അമിനോ ആസിഡ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നോക്കും, ഒരു സെക്കൻഡറി സ്ട്രക്ചർ എടുത്ത് നോക്കും, അതിനെ സേവ് ചെയ്ത് വെക്കുന്നതാണ് സെക്കൻഡറി ഡേറ്റാബേസ്. അല്ല, ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതിനെ ഒരു ടേർഷ്യറി ഡേറ്റ ആക്കി വെക്കും നമ്മൾ. അതായത് ഈ സെക്കൻഡറി പ്രോട്ടീനൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിന് ഡൊമൈൻസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ടേർഷ്യറി പ്രോട്ടീൻ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, ഇതിൻ്റെ ഡേറ്റ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതാണ് ടേർഷ്യറി ഡേറ്റാബേസ്. അടുത്തൊരു മേജർ ടൈപ്പ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസ്, പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസ്, പ്രോട്ടീൻ സ്ട്രക്ചർ ഡേറ്റാബേസ്. ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡേറ്റാബേസിൽ പേര് പോലെ തന്നെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിരിക്കും, ATGC ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിരിക്കും നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്തത് പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസ്. ഇതിൽ നമ്മൾ അമിനോ ആസിഡ് സീക്വൻസ് ആയിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്. ഇത് രണ്ടും പ്രൈമറി ഡേറ്റാബേസ് ആണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ ഡേറ്റാബേസ്. ഇതിനകത്ത് നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ സേവ് ചെയ്ത് വെക്കും. ഇതൊരു സെക്കൻഡറി ഡേറ്റാബേസ് ആണ്. Bye guys, we can discuss the rest in the next video.